അമ്മേ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഐ ആം ആഷ്. ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്, വ്ളോഗല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, പുതിയ ട്രൈപോഡ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതെനിക്ക് അനു ചേച്ചി വാങ്ങിച്ചത് ട്രൈപോഡാണ്. അനു എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്, ലാസ്റ്റ് മന്ത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് ഗിഫ്റ്റാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ട്രൈപോഡ് തന്നെ അവനെ, കാരണം ആ സമയത്ത് എൻ്റെ ട്രൈപോഡ് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്രൈപോഡ് വാങ്ങണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അനു ചേച്ചി എനിക്ക് വാങ്ങിച്ചതാണ്. താങ്ക് യു സോ മച്ച് അനു ചേച്ചി. പിന്നെ ഇതാ എൻ്റെ പഴയ ട്രൈപോഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് നമ്മൾ ഫോർ എവർ ഗുഡ് ബൈ പറയാണ്, കാരണം ഇത് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സ്റ്റേജിലായിപ്പോയി. ഇതും ആമസോൺ ബേസിക്സിൻ്റെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന. ഇപ്പോൾ ഞാനൊരു 1.5 ഇയേഴ്സായി വീഡിയോ എടുക്കുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഈ സമയം വരെയുള്ള ഫുൾ വീഡിയോസ് ഞാൻ ഇതിൽ തന്നെ എടുത്തുകൊണ്ടിരുന്നത്, എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ഒരു 6-7 ഇയേഴ്സായി ഈ ഒരു ട്രൈപോഡ് വാങ്ങിയിട്ട്. പണ്ട് ഞങ്ങൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അർജുൻ വാങ്ങിച്ചതാണ് ഈ ട്രൈപോഡ്. ആ സമയം തൊട്ട് യൂസ് ചെയ്യണതാണ്. ഞാനിപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ബിഗിനർ യൂട്യൂബറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ബിഗിനർ കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ട്രൈപോഡാണ്. ഇതിങ്ങനെ താഴോട്ട് എടുക്കാൻ പറ്റും കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡല്ല, ഒരു നമുക്ക് ക്യാമറയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതാണ് പൊട്ടിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ഞാൻ കുറേ ദിവസമൊക്കെ അത് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഒട്ടും പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ താഴെ വീഴുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഓണത്തിൻ്റെ അന്ന് അത് മൊത്തത്തിൽ ഇളകിപ്പോയി. പിന്നെ യൂസ് ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ ഞാൻ ഇപ്പോൾ ട്രൈപോഡ് വെച്ചേക്കുന്നത് സെൽഫി സ്റ്റിക്കിലാണ്. അതും അനു ചേച്ചിയുടെ സെൽഫി സ്റ്റിക്കാണ്. അനു മാൽദീവ്സിൽ ട്രിപ്പ് പോയപ്പോൾ അവൾ സെൽഫി എടുക്കാൻ വേണ്ടി വാങ്ങിച്ച സെൽഫി സ്റ്റിക്കാണ്. അത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ. ഞാനിപ്പോൾ അത് തന്നെ മിക്കവാറും യൂസ് ചെയ്യണത്. ടേബിളിൽ വെച്ചിട്ട് യൂസ് ചെയ്യും, അല്ലാണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും. പക്ഷേ കുറച്ച് സ്റ്റേബിളല്ല, പക്ഷേ ചെറിയ ചെറിയ ഹൈറ്റിലും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ലൈക്ക് ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഞാൻ ഇപ്പം നിലത്തിരിക്കുകയാണ്, അപ്പോൾ നിലത്തിരിക്കുമ്പോഴൊക്കെ ഇത് മോർ ദാൻ ഇനഫ്. അല്ലാണ്ട് കസേരയൊക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ട് വരും. ടേബിളിലല്ല വെക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും. സോ എന്തായാലും എനിക്ക് ട്രൈപോഡ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ട്രൈപോഡ് പറഞ്ഞത്. ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ ഹൈറ്റൊക്കെ കൂടുതലാണ്, അലൂമിനിയം ബേസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹൈറ്റ് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ ഒരു ട്രൈപോഡിന് ആകെ എനിക്ക് തോന്നിയ ഒരേ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയുള്ളൂ, ഇതിന് ഹൈറ്റില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഹൈറ്റ് ഞാൻ രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തുറക്കുമ്പോൾ എൻ്റെ ഒരു ഐ ലെവലിൻ്റെ അത്രയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് എനിക്ക് അതോ ഐ ലെവലിൻ്റെ അത്ര ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഓവർ ഹെഡ് ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാനങ്ങനെ ഓവർ ഹെഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഷോട്ട്സ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. എന്നാലും എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വിഷമമായിരുന്നു. ഇനി എപ്പോഴെങ്കിലും നെക്സ്റ്റ് ടൈം ട്രൈപോഡ് വാങ്ങേണ്ട ഒരു അവസരം വന്നാൽ എന്തായാലും ഞാൻ കുറച്ചുകൂടെ ഹൈറ്റുള്ള ട്രൈപോഡേ വാങ്ങുള്ളൂ എന്നുള്ളത് എനിക്ക് ഒരു നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ ട്രൈപോഡിന് ഹൈറ്റ് ഉണ്ട്, 67 ഇഞ്ചസ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. But I am strong. Okay. The packaging is very good. ഇതാണ് അപ്പോൾ ഈ നമ്മൾ അല്ലാതെ പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുക്കുന്നവർ, വീഡിയോ എടുക്കുന്നവരൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന സാധനം ഇതാണല്ലേ. നല്ല ട്രൈപോഡ്. ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നല്ല സ്റ്റേബിൾ ആയിരിക്കും. എന്തായാലും ഇത് ക്യാമറയാണെങ്കിലും ഫോണാണെങ്കിലും ഒക്കെ നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് വെക്കാം. നല്ല സ്റ്റേബിളാണിത്. ഇതിൽ ക്യാമറ വെക്കാൻ എനിക്ക് ഇച്ചിരി പേടിയാണ്. ബട്ട് എന്നാലും നമ്മൾ സൂക്ഷിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഭയങ്കര സ്ട്രോങ്. ലൈക്ക് മേ ബി ഞാൻ ഈ ട്രൈപോഡ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം, ഇങ്ങനെ ഒരു ട്രൈപോഡ് എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം. ദിസ് ഈസ് വെരി സ്ട്രോങ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്തായാലും. ഓക്കെ, 2 ക്ലിപ്സേ ഉള്ളൂ ഇതിൽ. ബട്ട് ഓക്കെ, ഇതിൽ
ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ട്രൈപ്പോഡാണ്. ഇതെന്തായാലും എനിക്ക് ഹെൽപ്പ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഞാനിനി കുറച്ച് നാളൊന്ന് യൂസ് ചെയ്തിട്ടും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു പ്രോപ്പർ റിവ്യൂ പറയാം. പിന്നെ അതാ മൊബൈൽ ഹോൾഡറും കൂടെ ഉണ്ട്. മൊബൈൽ ഹോൾഡർ ഓൾറെഡി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കതല്ലാണ്ട് നേരത്തെ മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഞാൻ മറ്റ് ട്രൈപ്പോഡിൻ്റെ കൂടെ യൂസ് ചെയ്തിരുന്ന ഹോൾഡർ ഉണ്ടായിരുന്നു. സോ എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം രണ്ടെണ്ണം പോർട്രേറ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കാനായിട്ട് 2 ഡിഫറെൻറ്റ് സംഭവങ്ങളുണ്ട്. നമുക്ക് നോർമലി നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണ പോലെ വെക്കുക. എന്നിട്ട് there are 2 ways. ഒന്നുകിൽ ഇത് ലൂസാക്കിയിട്ട് ഇങ്ങനെ വെക്കുക, ആൻഡ് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഒരു മെത്തേഡാണ്. സോറി, ഞാൻ ഫോൺ വെച്ചത് തെറ്റിപ്പോയി. പക്ഷേ ഫോൺ തിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പോർട്രേറ്റ് മോഡ് കിട്ടിയല്ലോ. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മെത്തേഡ്, ഇതെല്ലാം ചെയ്യുമ്പോൾ ഫോണൊന്ന് പിടിച്ചോണം കേട്ടോ. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് ഓപ്പൺ ചെയ്താൽ ഇത് മുഴുവനായിട്ട് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. ആൻഡ് ഇതും നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റും. സോ ഇതും ഇപ്പോൾ ഒരു പോർട്രേറ്റ് ആയില്ലേ. ഇത് കുറച്ച് ലൂസാണ്. ഇവിടെ പോർട്രേറ്റ് ആയില്ലേ. ഇത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി ലൈക്ക് ഗുഡ്. ഇനി ഇത് രണ്ടും വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ മൊബൈൽ ഹോൾഡർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊബൈൽ ഹോൾഡർ വെക്കുക, നോർമലി ചെയ്യണ പോലെ രണ്ടും ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യാമറയിൽ വെക്കുകയാണെങ്കിലും നല്ല സ്റ്റേബിളായിട്ട് ഇരിക്കുന്നുണ്ട്. എവറിത്തിങ് ഈസ് ഫൈൻ, പെർഫെക്റ്റ് ആണ്. പിന്നെ ക്യാമറ യൂസ് ചെയ്യണവരാണെങ്കിൽ ഇത് നല്ല ട്രൈപ്പോഡായിരിക്കും. ബിക്കോസ് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കാമല്ലോ. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ ട്രൈപ്പോഡ്. ഇനിയിപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ, കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. ആൻഡ് അതിനുശേഷം ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു ഷോർട്സ് ഇടാം, ഒരു റിവ്യൂ ആയിട്ട് പറയാനായിട്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ പറയാനായിട്ട്. പിന്നെ ഇത് ഹാൻഡി അല്ല ഒബ്വിയസ്ലി. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷൂട്ടിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ടിനോ ഒക്കെ പോവുകയാണെങ്കിൽ ദിസ് ഇസ് ഓക്കെ. അല്ലാണ്ട് നമ്മൾ നോർമലി വ്ളോഗൊക്കെ എടുക്കാനാണെങ്കിൽ ഇത് ഹാൻഡി അല്ല. അതിനൊക്കെ നമ്മുടെ ഈ ഒരു സെൽഫി സ്റ്റാൻഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സെൽഫി സ്റ്റിക്ക് തന്നെയാണ് ബെസ്റ്റ്. ഇപ്പം ഇതാണെങ്കിലും ഞാൻ അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോകില്ലായിരുന്നു, അങ്ങനെ വ്ളോഗ് എടുക്കാനും ഒന്നും അങ്ങനെ കൊണ്ടുപോകില്ലായിരുന്നു. അപ്പം നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അല്ല ഈ ട്രൈപ്പോഡാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഞാൻ അല്ലാണ്ട് എൻ്റെ എല്ലാ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെ യൂസ് ചെയ്യണം. ഇതൊക്കെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ താഴെ കൊടുത്തേക്കാം. ആ വീഡിയോ എന്തായാലും കണ്ടു നോക്കുക. അതിനകത്ത് മൈക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മൈക്ക് ഇത് ഗ്രാനേറോൻ്റെ മൈക്കാണ്, അല്ല ബോയേൻ്റെ മൈക്കും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. റിലാക്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.